നമ്മളിപ്പോൾ കാണില്ലേ, അഹങ്കാരം മൂത്ത് ഓടി നടന്ന വ്യക്തികളെയൊക്കെ ഇപ്പം എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്രയോ പേരെ വേദനിപ്പിച്ച് അല്ലേ? അതാണ് ഞാൻ പറയണത്. നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? നമ്മളൊന്ന് കിടന്നു പോകാൻ ഒരു മിനിറ്റ് വേണ്ട ഇല്ലേ? ദൈവത്തിനെ എന്നും പേടിച്ച് ജീവിക്കണം. ആരെ പേടിച്ചില്ലെങ്കിലും ദൈവത്തിനെ നമ്മൾ പേടിക്കണം. ദൈവത്തിനോട് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെ നമ്മൾ പേടിച്ച് തന്നെ ജീവിക്കണം. കാരണം അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയണ, അഹങ്കരിക്കല്ലേ ആരും. പിന്നെ നമ്മൾ കാരണം ആരും കരയാനിടവരരുത്. പ്രത്യേകിച്ച് നമ്മുടെ അപ്പനമ്മമാർ ഒരിക്കലും കരയാനിടവരരുത്. മനസ്സിലായി? എനിക്കതിന് അനുഭവമാണ്. കാരണം എൻ്റെ അമ്മനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അമ്മനോട് ഇത്തിരി ദേഷ്യപ്പെട്ട് സംസാരിക്കുള്ളൂ. കാരണം കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് എൻ്റെ അമ്മനോട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ, എനിക്ക് ഭയങ്കര വിഷമമാണ്, ഞാൻ അപ്പം തന്നെ പോയി കെട്ടിപ്പിടിച്ച് അമ്മ സോറി എന്ന് പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേച്ചി എൻ്റെ അമ്മനോട് ചോദിച്ചു, ഇവളെപ്പോഴും അമ്മയിട്ട് തല്ലുപിടിക്കുമല്ലോ, എന്നിട്ട് അമ്മ എന്താ ഇങ്ങനെ ക്ഷമിക്കണേന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞേ, അവളങ്ങനെ പറയണതുള്ളൂ, നീ കണ്ടിട്ടുണ്ട, അപ്പം തന്നെ വന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും. ആ ഒരു അനുഗ്രഹം ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ടെന്നേ. ഞാൻ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ വെറുതെ പറയണേയില്ല. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹമാണത്. അവരെ ഞാനാണ് നോക്കിയത്, എൻ്റെ അപ്പനും അമ്മനെ. ആ അനുഗ്രഹം കാരണമില്ലേ ഞാൻ ഇന്നുവരെയും കഷ്ടപ്പെട്ടിട്ടില്ല. ഇത് സത്യമാണ്. നിങ്ങളും ഇത് തന്നെ ചെയ്യണം. നിങ്ങളുടെ കാരണന്മാരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അതിപ്പോൾ ആര് പറഞ്ഞു തന്നാലും നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ അപ്പനും അമ്മയും എന്താണെന്ന് ഇല്ലേ? അപ്പം അതനുസരിച്ച് നിങ്ങൾ പെരുമാറണം.